dear friends, വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇത് നമുക്ക് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് തയ്യാറാക്കാം. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഈവനിങ്ങിനൊക്കെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി യമ്മി സാൻഡ്വിച്ചാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ കുഞ്ഞു ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യൂ, എങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോയാലോ. അപ്പോൾ ഈ ടേസ്റ്റ് ആയിട്ടുള്ള സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 6 പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ബ്രെഡിൻ്റെയും ഈ 4 ഭാഗത്തുള്ള ഈ ബ്രൗൺ കളർന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നല്ല കാണാനും നല്ല ഭംഗിയുണ്ടാവും, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ മുഴുവൻ ബ്രെഡും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. മുഴുവൻ ബ്രെഡിൻ്റെയും 4 സൈഡ് ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഫസ്റ്റ് തന്നെ നമുക്ക് ബ്രെഡ് വേണം, പിന്നെ പുഴുങ്ങിയിട്ടുള്ള 2 മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ 2 മീഡിയം സൈസുള്ള പൊട്ടറ്റോ, അതായത് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഉപ്പിട്ടിട്ട് വേവിച്ചിട്ടുള്ളതാണ്, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തതാണിത്. അപ്പോൾ നമ്മളിനി പുഴുങ്ങി വെച്ചിട്ടുള്ള ഈ പൊട്ടറ്റോ എല്ലാം തന്നെ ഇതുപോലത്തെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. നല്ല സ്മൂത്തായിട്ട് തന്നെ നമ്മൾ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കുക. ഇപ്പോൾ പൊട്ടറ്റോ എല്ലാം തന്നെ ഞാനിവിടെ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലൊട്ടേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള 2 മുട്ട ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ 2 മുട്ടയും നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള ഈ പൊട്ടറ്റോയിലേക്ക് ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ നിങ്ങൾ ഓരോരുത്തരെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലൊട്ടേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിരുന്നു, അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ഗാർലിക് സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 മുട്ട വെച്ചിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഗാർലിക് സോസാണ്. ഓൾറെഡി ഞാൻ ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം നമ്മുടെ ഒരു മിക്സിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഗാർലിക് സോസും അതുപോലെ തന്നെ പൊട്ടറ്റോയും അതുപോലെ തന്നെ നമ്മൾ മുട്ടയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് നോക്കാം. ഇതിന് വേണ്ടി ഒരു ബ്രെഡ് എടുക്കാം. അതിലോട്ടേക്ക് 1 ടീസ്പൂണോളം നമ്മുടെ ടൊമാറ്റോ സോസ് തേച്ച് കൊടുക്കാം. നല്ലവണ്ണം തന്നെ എല്ലാ ഭാഗത്തോട്ടേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ അത്രയും അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നമ്മുടെ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. അത്യാവശ്യം കുറച്ച് ഘനത്തിൽ തന്നെ വെക്കണം കേട്ടോ, എങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ വെറും ബ്രെഡ് മാത്രമായിപ്പോവും. അത്യാവശ്യം തന്നെ നല്ലവണ്ണം തന്നെ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു വേറൊരു ബ്രെഡ് എടുക്കാം. ഇനി വേറൊരു ബ്രെഡും കൂടി എടുത്തിട്ട് അതിലോട്ടേക്കും കുറച്ച് ടൊമാറ്റോ സോസ് എല്ലാ ഭാഗത്തോട്ടേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ ടൊമാറ്റോ സോസ് തേച്ചിട്ടുള്ള ഈ ഒരു ബ്രെഡിൻ്റെ ഒരു ഭാഗം നമ്മുടെ ഫില്ലിങ്ങിൻ്റെ മുകളിലേക്ക് വരുന്ന നിലയിലൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് ഒന്നിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ടൊമാറ്റോ സോസ് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഗാർലിക് സോസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സാൻഡ്വിച്ച് തയ്യാറാക്കാം. അതെങ്ങനെയാണ് നോക്കാം. ആദ്യം തന്നെ ഒരു ബ്രെഡ് എടുക്കാം. അതിൻ്റെ എല്ലാ ഭാഗത്തോട്ടേക്കും നമ്മുടെ ഒരു വൈറ്റ് സോസ് തേച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അത്യാവശ്യം തന്നെ കുറച്ച് ഘനത്തിൽ നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി വേറൊരു ബ്രെഡ് എടുക്കാം. അതിലോട്ടേക്ക് കുറച്ചും കൂടി ഗാർലിക് സോസ് തേച്ച് കൊടുക്കാം. ഇനി ഗാർലിക് സോസ് നമ്മുടെ ഒരു ഫില്ലിങ്ങിൻ്റെ മുകളിൽ വരുന്ന നിലയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 രീതിയിലുള്ള ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാ ബ്രെഡും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം കേട്ടോ. നമ്മൾ ആ പൊട്ടറ്റോയും മുട്ടയും ഒന്ന് പുഴുങ്ങിയെടുക്കുന്ന ആ ഒരു സമയം മാത്രമേ നമുക്ക് വേണ്ടൂ. കണ്ടില്ലേ, വളരെ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയാണ് കേട്ടത്. നമുക്ക് എത്ര കഴിച്ചാലും ഇത് മതിയാവില്ല. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്ലബ് സാൻഡ്വിച്ചൊക്കെ കഴിക്കാറില്ലേ, ഏകദേശം അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മളിതിൽ ഉരുളക്കിഴങ്ങും മുട്ടയും ആണ് മെയിനായിട്ട് നമ്മളിത് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്തി സാൻഡ്വിച്ചായിട്ട് നമുക്കിത് തയ്യാറാക്കാം. പിന്നെ മുട്ടയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി കൊടുക്കും. തീർച്ചയായും അവരത് കഴിക്കും. കാരണം നമ്മളിതിൽ മുട്ട ചേർത്തുന്നത് മനസ്സിലാകുകയില്ല. പിന്നെ നമ്മളിതിൽ ഗാർലിക് സോസും കുരുമുളക് പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് മുട്ടൻ്റെ ഒരു ബാഡ് സ്മെല്ലും ഇതിനുണ്ടാവില്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും
ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.